നമ്മൾ സർക്കാർ ജീവനക്കാരുടെ പ്രതിബദ്ധത ഏറ്റവും നന്നായിട്ട് കണ്ടത് പ്രളയകാലത്താണ്. സാലറി ചലഞ്ചിലൂടെ ഒരു മാസത്തെ ശമ്പളമാണ് ജീവനക്കാർ സർക്കാരിലേക്ക് കൊടുത്തത്. എല്ലാ ജീവനക്കാരല്ല, പക്ഷേ മഹാഭൂരിപക്ഷം ജീവനക്കാർ അതിനെയും പാരവെച്ച ആളുകളുണ്ട്. കോടതിയിൽ പോയവരുണ്ട്. സാലറി ചലഞ്ചിനെതിരെ കോടതിയിൽ പോയ പ്രതിപക്ഷ സർവീസ് സംഘടനകളുണ്ട്. ഉത്തരവ് കത്തിച്ച ഒരു കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രവർത്തകൻ അവരിപ്പോഴും സർവീസിലുണ്ട്. ഈ എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോഴും അവരൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജീവനക്കാരും സർക്കാരിനെ കൈയഴിഞ്ഞ് സഹായിച്ചു, സാലറി ചലഞ്ചിൽ പങ്കെടുത്തു. അതിനുശേഷം പ്രളയകാലത്ത് ഗഡുക്കളായിട്ട് ശമ്പളം കൊടുത്തു. ഇപ്പോൾ വയനാട് പോലുള്ള ദുരന്ത സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇറങ്ങില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച എല്ലാ മേഖലയിലും സഹായിച്ചതുപോലെ ജീവനക്കാർ അവരുടെ ഇതൊരു വലിയ ഒരു സാമൂഹ്യ ഒരു പങ്കാളിത്തം കൂടെ അല്ലെ പ്രതിബദ്ധത കൂടി NGO-വിനെ നിർവഹിക്കണം. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ എങ്ങനെയാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇത്രയ്ക്ക് ആനുകൂല്യം കിട്ടിയിട്ടും ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഈ ജീവനക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ഇതിനെങ്ങനെയാണ് നിങ്ങളുടെ ഈ ജീവനക്കാരുടെ സമൂഹം കാണുന്നത്? ജീവനക്കാരുടെ സമൂഹം താങ്കൾ പറഞ്ഞതുപോലെയാണ്. ഏതാനും ചില ആളുകൾ ഉത്തരവ് കത്തിച്ചവരുണ്ട്, അത് കൊടുക്കാത്തവരുണ്ട്, സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റാത്തവരുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം ജീവനക്കാരും ഏതെല്ലാം ഘട്ടത്തിലാണോ നാട് ആവശ്യപ്പെടുന്നത് അതിന് രാഷ്ട്രീയമൊന്നും നോക്കാറില്ല. ഇത് കേരള NGO-നെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 84 പ്രളയം ഉണ്ടായപ്പോൾ അന്ന് കരുണാകരനാണ് മുഖ്യമന്ത്രി. അന്ന് ജീവനക്കാരെ ആക്ഷേപിച്ചത് പോത്തിനോട് ശമ്പള പരിഷ്കരണം കൊടുക്കുന്നില്ല, സമരത്തിലാണ് ജീവനക്കാരെല്ലാം. അപ്പോഴാണ് പ്രളയം ഉണ്ടായത്. പ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം സംഭാവന പിരിച്ചു കൊടുത്തത് NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ ജീവനക്കാരായിരുന്നു. NGO-നെ നേതൃത്വം കൊടുത്തേ ഉള്ളൂ എല്ലാ ജീവനക്കാരും. സുനാമി കാലത്ത് സഹായിച്ചു. സുനാമി കാലത്തും അന്ന് ഞങ്ങളെ പ്രതികാര നടപടിയാണ് ഈ നേരത്തെ പറഞ്ഞ 32 ദിവസത്തെ സമരത്തെ തുടർന്ന് ഞങ്ങൾക്കെതിരെ കടുത്ത പ്രതികാര നടപടി സ്വീകരിക്കുമ്പോഴും NGO യൂണിയനും FSCTO സംഘടനകളും ആഹ്വാനം ചെയ്യുകയും ജീവനക്കാരെല്ലാവരും ഏറ്റെടുത്തു. സർക്കാർ ആഹ്വാനം ചെയ്തപ്പോൾ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ മുന്നിൽ നിന്നു. അന്ന് ആരും ഉത്തരവ് കത്തിക്കാൻ പോയില്ല, മുന്നിൽ നിന്നു, അന്ന് സഹായിച്ചു. കോടതിയിലും പോയിട്ടില്ല. ഇപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ മഹാഭൂരിപക്ഷം ജീവനക്കാരും സഹായിച്ചു. ഞങ്ങൾക്കറിയാം, എൻ്റെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന NGO അസോസിയേഷൻ, NGO സംഘം, ഏത് സംഘടനയിൽപ്പെട്ടവരും ഈ ആഹ്വാനമൊക്കെ ഇത് പരാജയപ്പെടുത്തണമെന്നില്ല ആഹ്വാനം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ജീവനക്കാർ സന്നദ്ധരായിട്ടുണ്ട്, വലിയ രീതിയിൽ സന്നദ്ധരായിട്ടുണ്ട്. അത് ഒരു പ്രതിബദ്ധതയാണ്. വലിയ രീതിയിൽ കോവിഡ് കാലത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ജീവനക്കാർ മുന്നിട്ടിറങ്ങി. കാരണം എല്ലാവരും വീട്ടിനകത്ത് അടച്ചിരിക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പിലെയും തദ്ദേശ വകുപ്പിലെയും റവന്യൂവിലെയും എല്ലാ ജീവനക്കാരുമാണ് സർക്കാർ പറഞ്ഞു രംഗത്തിറങ്ങണം പറഞ്ഞു. ജീവനക്കാരെല്ലാവരും അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് രംഗത്ത് ഇറങ്ങിയത്. ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ വിദ്യാഭ്യാസം ലോകത്ത് തന്നെ അത്ഭുതമായിരുന്നില്ലേ അന്ന് അടച്ചിടുമ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം. ആകെ ജീവനക്കാരും എല്ലാ ഇതര സമൂഹ വിഭാഗങ്ങളെ പോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വലിയ സംഭാവന. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ജീവനക്കാർ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ജീവനക്കാർ അതിനും സഹായിച്ചു. നേരിട്ട് ശമ്പളത്തിൽ നിന്ന് നൽകിയും അല്ലാതെയും എല്ലാ വിധത്തിലുള്ള സഹായ പ്രവർത്തനത്തിലും. അതുകൊണ്ട് ഏതാനും ചില ആളുകളെ വെച്ചിട്ടല്ല ഇതിനെ അളക്കേണ്ടത്. തീർച്ചയായും ജീവനക്കാരുടെ സമൂഹം ഉറപ്പായിട്ടും ഈ നാടിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്.